വളരെ പ്രധാനപ്പെട്ട മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി വരുന്നു. ഡൽഹിയിൽ CJP സമരത്തെ അടിച്ചമർത്താൻ പൂട്ടിയിട്ടിരുന്ന മെട്രോ സ്റ്റേഷനുകൾ തുറന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. ജന്തർ-മന്ദറിലെ സമരത്തിന് പിന്നാലെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട 18 മെട്രോ സ്റ്റേഷനുകളാണ് കേന്ദ്രം അടച്ചിട്ടിരുന്നത്. ആ സ്റ്റേഷനുകളൊക്കെ ഇപ്പോൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്റർനെറ്റ് സേവനത്തിന്റെ കാര്യത്തിൽ കൂടിയൊരു പുനരാലോചന വേണമെന്നുള്ളതാണ്. ധനസുമോദ് തുടരുന്നുണ്ട്. സുമോദ്, അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ഒരുപക്ഷെ മറ്റാവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ഇന്ന് തന്നെ സമരം തീരും എന്ന് വെച്ചാൽ ജന്തർ-മന്ദറിൽ നിന്ന് CJP പ്രവർത്തകർ ഇന്ന് തന്നെ പിന്മാറും എന്ന വിവരങ്ങൾ വരുന്നുണ്ടോ? ഒരുപക്ഷെ അതിന്റെ കൂടി ഭാഗമായിട്ടാണോ ഈ അടച്ചിട്ടിരുന്ന മെട്രോ സ്റ്റേഷനുകൾ തുറക്കുന്നത്? അതായത് ഈ 3 ആവശ്യങ്ങൾ ഉയർത്തിയതിൽ 2 ആവശ്യവും തത്വത്തിൽ അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. അവർക്ക് ഏറ്റവും കൂടുതൽ വൈഷമ്യം ഉണ്ടായിരുന്നത്, അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അതുകൊണ്ട് പ്രധാനമായും ഇവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി സമരം തുടർന്ന് പോകേണ്ട എന്നൊരു നിലപാടിലേക്കാണ് കേന്ദ്രമന്ത്രിമാർ അവരോട് അഭിപ്രായം പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 2 ആവശ്യങ്ങൾ കൂടി ഇനി അംഗീകരിക്കാനുണ്ട്. ഈ 2 ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കുമെന്ന സൂചന തന്നെയാണ് തരുന്നത്. മാത്രമല്ല, ഇപ്പോൾ അഭിജിത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് അംഗീകരിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഈ ബാക്കി 2 ആവശ്യങ്ങളും അംഗീകരിക്കുന്ന മുറക്ക് സമരം തീരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ സമരം എങ്ങനെ അവസാനിപ്പിക്കണം, അതിൻ്റെ ഒരു വിജയാഹ്ലാദം എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനുണ്ട്. അത് ഈ ചർച്ചയ്ക്ക് ശേഷം സൗരവ് ദാസും അശുതോഷ് റാങ്കയും അടക്കമുള്ളവർ തിരികെ വന്നതിന് ശേഷം അഭിജിത് ദീപ്കയും ഉൾപ്പെടെയുള്ള അവരുടെ കോർ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും 3ാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ CJPയുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു.